ഞങ്ങളുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, 4-ാം പാഠത്തിൽ നമ്മൾ പഠിച്ചു ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് യേശുക്രിസ്തുവിനെ പോലെ ഈ ലോകത്ത് വർത്തിക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് 5-ാം പാഠത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 5-ാം പാഠം ക്രിസ്തീയ ജീവിതം, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം. ഈ പാഠത്തിൻ്റെ 1-ാം ഭാഗം നമുക്കിന്ന് പഠിക്കാം. അതിനു മുൻപായി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഇന്ന് ഞങ്ങൾ ക്രിസ്തീയ ജീവിതം, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം, തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തിന്മ ചെയ്യാതിരിക്കുവാനും യേശുക്രിസ്തുവിനെ മാതൃകയാക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഫാദർ സ്റ്റാൻ സ്വാമി നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി 1990 മുതൽ ജീവിതം മാറ്റിവെച്ച വന്യ വൈദികൻ. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ സകലവിധ ചൂഷണങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു രക്ഷകനായി അവരുടെ മുന്നിൽ അവതരിച്ചു. അവരുടെ അറിവായി, അവരുടെ ശബ്ദമായി, അവരുടെ വെളിച്ചമായി മാറി. തുടർന്ന് ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചതും ജയിലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയ സമയത്ത് പാർക്കിൻസൺസ് രോഗം പിടിപെട്ട ഈ മനുഷ്യൻ പറഞ്ഞത് ഒരു സിപ്പർ കപ്പും ഒരു സ്ട്രോയും ഒരു ബ്ലാങ്കറ്റും മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഇതൊന്നും കൊടുക്കാതെ അദ്ദേഹം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ യേശുക്രിസ്തുവിനെ പോലെ നിന്നു. അവസാനം യേശുക്രിസ്തുവിനോട് ചേർന്നു. ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു: തിന്മ കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ച്, യേശുവിനെ പോലെ പ്രതികരിച്ച്, യേശുക്രിസ്തുവിനെ പോലെ ജീവിച്ച് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മുൻപിൽ യേശുവായി മാറിയ ഫാദർ സ്റ്റാൻ സ്വാമി നമ്മുടെ മുൻപിൽ വലിയ ഒരു ഓർമ്മയും ഒപ്പം തന്നെ വലിയൊരു മാതൃകയും സമ്മാനിച്ചാണ് ഈ ലോകത്തിൽ നിന്നും പോയത്. നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ തിന്മ കാണുമ്പോൾ ആ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കേണ്ടവരും പ്രതികരിക്കേണ്ടവരും തിന്മ ചെയ്യാതെ ജീവിക്കേണ്ടവരുമാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പോയി തിരിച്ച് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഒന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, വിശുദ്ധ ഗ്രന്ഥം പ്രാർത്ഥനാപൂർവം കേൾക്കാം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 6, 10 മുതലുള്ള തിരുവചനങ്ങൾ. അവസാനമായി, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം ക്രൈസ്തവൻ്റെ വലിയ കടമയാണ്. ഈ പോരാട്ടത്തിൽ യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിലൂടെ തിന്മയ്ക്കെതിരെ ജീവിക്കാൻ, തിന്മ ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് എങ്ങനെ നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താം എന്ന് ഈ പാഠത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം തന്നെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്
തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമായി നമ്മളെ പഠിപ്പിക്കുന്നത് ദാവീദ് ഗോലിയാത്ത് പോരാട്ടമാണ്. ദാവീദ് ഗോലിയാത്ത് പോരാട്ടം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഒരു പ്രതീകമായി നമ്മളെ സഭ പഠിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, തിന്മയ്ക്കെതിരെയുള്ള ക്രിസ്തീയ പോരാട്ടത്തിന് 2 തലങ്ങളാണുള്ളത്. ഒന്ന്, നമ്മിൽ തന്നെയുള്ള തിന്മയുടെ പ്രലോഭനങ്ങളെയും ആധിപത്യങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുക. രണ്ടാമത്തത്, തിന്മയുടെ ബാഹ്യശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ തിന്മയുടെ ആന്തരിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം എന്ന ഈ ടോപ്പിക്കിലേക്ക് വരാം. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാവുന്ന കാര്യം ഇതാണ്. ഒരു അവസരത്തിൽ പോലും തിന്മ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഭരണം നടത്താൻ യേശുക്രിസ്തു അനുവദിച്ചിട്ടില്ല. സാത്താൻ്റെ സകല തന്ത്രങ്ങളെയും യേശുക്രിസ്തു പരാജയപ്പെടുത്തിയത് മരുഭൂമിയിലെ പരീക്ഷ എന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. അതേപോലെ ഞാനും നിങ്ങളും ആത്മനിയന്ത്രണത്താലും വിശുദ്ധ ജീവിതത്താലും പാപത്തിൻ്റെ ഭരണത്തെ പരാജയപ്പെടുത്താൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് തിരുസഭ 20 നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമുക്ക്. നമ്മൾ വഴി മാറി സഞ്ചരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നടക്കുന്ന വഴിയെ നടക്കാതെ യേശുക്രിസ്തു കാണിച്ച വഴിയിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളെ ലോകം ചില സമയത്ത് വെറുത്തേക്കാം. ലോകം ചില സമയത്ത്, മറ്റുള്ളവർ നമ്മളെ ചില സമയത്ത് പരിഹസിച്ചേക്കാം. പക്ഷേ ആ സമയത്തും യേശുക്രിസ്തു കാണിച്ചു തന്ന വഴിയിലൂടെ മാത്രം നടക്കാൻ കടപ്പെട്ടവനാണ് ഒരു വിശ്വാസി എന്ന് കൃത്യമായിട്ടും പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ നമുക്ക് ഓർക്കാം. അപ്പോൾ ഇത് മുന്നിൽ യേശുക്രിസ്തു നേരത്തെ കണ്ടിട്ടുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 14-17 തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ വചനം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു, എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്നും അവരെ എടുത്തുകൊള്ളണമേ എന്നല്ല, ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, യേശുക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന നമുക്ക് കേട്ടു, നമ്മൾ കണ്ടു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, നമ്മൾ യേശുവിൻ്റെ വഴിയെ നടന്നു പോകുന്ന സമയത്ത് അതിന് കരുത്തു പകരാൻ യേശുക്രിസ്തു നമുക്ക് നമ്മുടെ കൂടെ ഒരു നിഴലായി നിൽക്കുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും, ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്നത് സത്യമായ കാര്യമാണ്. എങ്ങനെ ഈ പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും? ജീവിതത്തിൽ പ്രലോഭനങ്ങളൊക്കെ സ്വാഭാവികമാണ്. എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഒന്ന്, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, വചനാനുസൃതം ജീവിതത്തെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ, വചനത്തിനനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രലോഭനങ്ങളെ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കും. 2 കാര്യം, പ്രാർത്ഥനാ ജീവിതവും വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതവും നയിക്കാൻ നമുക്ക് ഈ സമയത്ത് ശ്രമിക്കാം. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. തിന്മയുടെ ബാഹ്യശക്തികൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം. യേശുക്രിസ്തുവിനെ നമ്മൾ സുവിശേഷങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. വ്യക്തികളിലും സമൂഹത്തിലും നിലനിന്നിരിക്കുന്ന അല്ലെങ്കിൽ നിലനിന്നിട്ടുള്ള തിന്മയെ തിരിച്ചറിയാനും ആ തിന്മയെ ചെറുത്തു തോൽപ്പിക്കാനും യേശുക്രിസ്തു ശ്രമിച്ചിട്ടുള്ളതുപോലെ ക്രിസ്തു ശിഷ്യനും ഈ ദൗത്യമുണ്ട്. ഇതിന് യേശുക്രിസ്തു വളരെ കൃത്യമായൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. യേശുക്രിസ്തു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് സുവിശേഷത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. യഹൂദരുടെ തെറ്റായ ആചാരങ്ങളെയും നിയമങ്ങളെയും എതിർത്ത യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സമയത്ത് വരട്ടെ. പാപിയെ വെറുക്കരുത്, പാപത്തെയാണ് വെറുക്കേണ്ടത്, പാപിയെ തിരുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന മാതൃക കാണിച്ചു തന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാം.
ഈ യേശുക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് ലോകത്തുള്ള തിന്മയുടെ ബാഹ്യശക്തികൾക്കെതിരെ നമുക്കൊരു പോരാട്ടം നടത്താം. അതായത് മദ്യം, മയക്കുമരുന്ന്, അക്രമം, അഴിമതി, ഉപഭോഗ സംസ്കാരം, ലൈംഗിക അരാജകത്വം എന്നിവയ്ക്കെതിരെ പോരാടാനുള്ള ക്രിസ്തീയമായ ദൗത്യം പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ നമുക്ക് ഉണ്ട് എന്ന് ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എങ്ങനെ ഈ ബാഹ്യശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കും? അതിന് ആത്മീയ സമര ആയുധങ്ങൾ ഉപയോഗിക്കണം. യേശുക്രിസ്തു പറഞ്ഞു, ദൈവീകമായിട്ടായിരിക്കണം തിന്മയെ നമ്മൾ പരാജയപ്പെടുത്തേണ്ടത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം തിരുവചനം, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോവാം? ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം? എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14 മുതൽ 18 വരെ തിരുവചനങ്ങളിൽ നമുക്ക് കാണാം. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. ഇതാണ് പൗലോസ്ലീഹ നമ്മുടെ മുന്നിൽ ഉപദേശിക്കുന്ന മാർഗം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ. അതുകൊണ്ട് നമ്മുടെ ആയുധങ്ങൾ ഇതാണ്: സത്യം, നീതി, സമാധാനം, വിശ്വാസം, ദൈവവചനം, പ്രാർത്ഥന. ഈ ആയുധങ്ങൾ ധരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, നമുക്കൊരു നിമിഷം ചിന്തിക്കാം. ദാവീദിനെ പോലെ തിന്മയ്ക്കെതിരെ പോരാടാൻ, ഫാദർ സ്റ്റാൻ സാമിയെപ്പോലെ ക്രിസ്തുവായി മാറാൻ എനിക്ക് ഈ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രലോഭനങ്ങളെയും തിന്മയുടെ ആധിപത്യത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? സമൂഹ നന്മയ്ക്കു വേണ്ടി തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാനും ആത്മീയ സമര ആയുധങ്ങൾ ശീലമാക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ഉള്ളിൽ തന്നെയുള്ള തിന്മയുടെ ആധിപത്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ എന്നെ ശക്തനാക്കണമേ. കർത്താവെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെ, തിന്മയുടെ ശക്തികൾക്കെതിരെ ദൈവവചനമാകുന്ന വാൾ ഉപയോഗിച്ച് പ്രാർത്ഥനയുടെ മനുഷ്യനായി മാറി തിന്മയെ ഉന്മൂലനം ചെയ്ത് ദൈവരാജ്യം അങ്ങ് ഇവിടെ ലോകത്ത് സ്ഥാപിച്ചതുപോലെ സ്ഥാപിക്കാൻ ഞങ്ങൾ വിശ്വാസികളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഒറ്റ ഒരു വചനം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരാഴ്ച നമുക്ക് ധ്യാനിക്കാനുള്ള വചനം ഇതാണ്. റോമാക്കാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം തിരുവചനം, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് നേരിടുവിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.